ഇത് ഒരേ ടൈമിൽ തന്നെ 4-5 സ്പൈക്ക് വന്ന് നിറയെ ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന വെറൈറ്റിയാണ്. ഗിൽഡഡ് ടവർ മൈസ്റ്റിക് മെയ്സ് ആണ്. അതും തന്നെ നല്ല വലിയ ബൾബോട് കൂടിയുള്ള പ്ലാന്റ്സ് ആണ്. ഫ്ലവർ ഇങ്ങനെ വിരിഞ്ഞു വന്നിട്ടുണ്ട്. ഒരുപാട് കാലം ഫ്ലവേഴ്സ് നിൽക്കുന്നതിന്. ഹായ് ഫ്രണ്ട്സ്, ഡാഡീസ് ഗാർഡൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരുപാട് റയർ എക്സോട്ടിക് വെറൈറ്റി ഓർക്കിഡ് പ്ലാന്റുകളുണ്ട്. നല്ല നല്ല വെറൈറ്റീസാണ്. അതുപോലെ തന്നെ എല്ലാം നല്ല വലിയ പ്ലാന്റുമാണ്. ഫ്ലവറും സ്പൈക്കൊക്കെ ഉള്ള നല്ല സൂപ്പർ പ്ലാന്റ്സുകൾ പരിചയപ്പെടുത്തുകയാണ്. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. ക്ഷമാണ്. ഓൺസീഡിയം എക്സോട്ടിക് ആക്ക ബേബി റാസ്ബെറി ചോക്ലേറ്റ് ആണ്. നല്ല ഹെൽത്തി ആയിട്ടുള്ള വലിയ പ്ലാന്റ്സാണ്. ഈ സെയിം പോട്ട് തന്നെ നിങ്ങൾക്ക് വളർത്താൻ പറ്റും. അത്യാവശ്യം നല്ല വലിപ്പമുള്ള പോട്ടാണ്. ഇതിൽ പോട്ടിംഗ് മീഡിയം വുഡ് ബാർക്കുകളാണ്. നമുക്ക് ചാർക്കോളൊക്കെ ഇട്ട് വളർത്താൻ പറ്റും. അതുപോലെ തന്നെ ഇതിലൊക്കെ സ്പൈക്കുണ്ട്. നല്ല നല്ല ബുഷിയായിട്ടുള്ള സൂപ്പർ പ്ലാന്റ്സുകളാണ്. ഓരോ പ്ലാന്റ്സിനെ കുറിച്ച് പരിചയപ്പെടുത്തുമ്പോൾ അതിൻ്റെ ഫ്ലവറിൻ്റെ പിക്ചർ അതിൻ്റെ കൂടെ തന്നെ കാണിക്കുന്നുണ്ട്. എക്സോട്ടിക് ഓൺസീഡിയം മാർഫിക്സ് ഹോവാ ഡ്രീമാണ്. അതും തന്നെ നല്ല വലിയ ബൾബോട് കൂടിയുള്ള പ്ലാന്റ്സാണ്. അധിക പ്ലാന്റ്സിലും 2 സ്പൈക്കൊക്കെ ഉണ്ടാവും. ഇതും നമുക്കൊക്കെ വളരെ ഈസി ആയിട്ട് വളർത്താവുന്നതാണ്. ഓൺസീഡിയം ഷെറി ബേബി സീഡ് ഫ്രാഗ്രൻ്റ് ആണ്. അതും നല്ല വലിയ ബൾബോട് കൂടിയുള്ള പ്ലാന്റ്സുകൾ അവൈലബിൾ ആണ്. ചിലതിലൊക്കെ 2 സ്പൈക്ക് ഉണ്ട്. എക്സോട്ടിക് ഓൺസീഡിയം കാറ്റാറ്റാൻ്റെ ഓറഞ്ച് കിസ്സാണ്. അതും തന്നെ നല്ല ബുഷിയായിട്ടുള്ള സൂപ്പർ പ്ലാന്റുകളാണ്. അധിക പ്ലാന്റ്സിലും 2 സ്പൈക്ക് ഉണ്ട്. ചിലതിലൊക്കെ ഫ്ലവർ വിരിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. നല്ലൊരു റെഡ് ഷെയ്ഡാണ്. താല്പര്യമുള്ളവർ വാട്സപ്പിൽ ഹായ് വിട്ടാൽ ഓരോ വെറൈറ്റി പ്ലാന്റ്സിൻ്റെയും ഫുൾ ഡീറ്റെയിൽസ് വാട്സപ്പിൽ അയക്കുന്നതാണ്. കോൾ ചെയ്യാൻ ശ്രമിക്കരുത്. എന്താ പറഞ്ഞാൽ അത്യാവശ്യം തിരക്കിലായിരിക്കും. അപ്പോൾ നിങ്ങൾ വാട്സപ്പ് ചെയ്താൽ നമ്മൾ സൗകര്യം പോലെ നോക്കിയിട്ട് അതിന് റിപ്ലൈ കിട്ടും. ഓക്കെ. കാറ്റാറ്റാൻ്റെ ഓറഞ്ച് കിസ്സൊക്കെ കണ്ടാവും. ഒരേ ടൈമിൽ തന്നെ 2-3 സ്പൈക്ക് ഒരുമിച്ച് വരും. നല്ല ലോങ് സ്പൈക്കായിരിക്കും. ഏകദേശമൊക്കെ 1 മീറ്ററോളം നീളത്തിലൊക്കെ സ്പൈക്ക് വരും. ഇതിൽ നിറയെ ഫ്ലവേഴ്സ് ഉണ്ടാവും. ലോങ് ലാസ്റ്റിംഗ് ആണ്. എക്സോട്ടിക് ഓൺസീഡിയം ഗിൽഡഡ് ടവർ മൈസ്റ്റിക് മെയ്സ് ആണ്. അതും തന്നെ നല്ല വലിയ ബൾബോട് കൂടിയുള്ള പ്ലാന്റ്സ് ആണ്. ഫ്ലവർ ഇങ്ങനെ വിരിഞ്ഞു വന്നിട്ടുണ്ട്. ഒരുപാട് കാലം ഫ്ലവേഴ്സ് നിൽക്കുന്നതിന്. ലോങ് സ്പൈക്കാണ്. എക്സോട്ടിക് ഓൺസീഡിയം ഗോൾഡൻ റെഡ് സ്റ്റാർ ആണ്. ഓൾറെഡി ഒരു തവണ ഫ്ലവർ ചെയ്ത പ്ലാന്റുകളാണ്. ഇപ്പോൾ ഫ്ലവർ ഇല്ല. നല്ല ബ്യൂട്ടിഫുള്ളാണ് ഇതിൻ്റെ ഫ്ലവേഴ്സ്. നല്ല ഡാർക്ക് കളറാണ്. അതുപോലെ തന്നെ നല്ല ഫ്രാഗ്രൻറ്റ് ഫ്ലവേഴ്സുമാണ്. താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്താൽ മതി. എക്സോട്ടിക് ഓൺസീഡിയം ടിങ്കിൾ വൈറ്റ് പേളാണ്. ഇതിൻ്റെ ഫ്ലവേഴ്സ് നല്ല ഫ്രാഗ്രൻ്റ് ആണ്. അതുമാത്രമല്ല ഒരു ടൈമിൽ തന്നെ ഒരു 8-10 സ്പൈക്ക് ഒരുമിച്ച് വന്ന് നിറയെ ഫ്ലവേഴ്സ് ഉണ്ടാകും. ഫ്ലവേഴ്സ് ചെറുതായിരിക്കും, പക്ഷേ ഒന്നിച്ച് ഫ്ലവർ ഉണ്ടാകും. നല്ല ഭംഗിയാണ് ഇതിന് കാണാൻ. ടിങ്കിൾ വെറൈറ്റിയിൽ ഒരുപാട് കളേഴ്സ് അവൈലബിൾ ആണ്. ടിങ്കിൾ മെക്സിക്കോ പിങ്ക്, മെക്സിക്കോ റെഡ്, ഡാർക്ക് റെഡ്, മെക്സിക്കോ യെല്ലോ. ടിങ്കിളിലെ ഒരുപാട് കളേഴ്സ്, ഏകദേശം 8-10ഓളം വെറൈറ്റീസ് അവൈലബിൾ ആണ്. എക്സോട്ടിക് ഓൺസീഡിയം ഓറിയോളാണ്. ഇതും തന്നെ ഒരു തവണ ഫ്ലവർ ചെയ്ത നല്ല ഹെൽത്തി പ്ലാന്റ്സുകൾ അവൈലബിൾ ആണ്. താല്പര്യമുള്ളവരെ കോൺടാക്ട് ചെയ്യാം. ഡോറിറ്റീസ് ക്യൂട്ട് ഏഞ്ചൽ മൾട്ടിഫ്ലോറയാണ്. ഒരു റയർ വെറൈറ്റിയാണ്. ഇത് ഒരേ ടൈമിൽ തന്നെ 4-5 സ്പൈക്ക് വന്ന് നിറയെ ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന വെറൈറ്റിയാണ്. നമ്മൾ നോർമൽ ഫെലനോപ്സിസ് വളർത്തുന്നതിനേക്കാളും എളുപ്പത്തിൽ വളർത്താൻ പറ്റും. കുറച്ച് വെള്ളം കൂടിയാലോ കുറഞ്ഞാലോ യാതൊരു കംപ്ലയിൻസും വരില്ല. അതുപോലെ എക്സ്ട്രാ തൈകൾ വരും. പിന്നെ ഇതിൻ്റെ ഫ്ലവേഴ്സിന് ഒരു സ്ലൈറ്റി ഫ്രാഗ്രൻ്റ് ആണ്. അത് വിരിഞ്ഞ ഉടനെ ഫ്രാഗ്രൻസ് ഉണ്ടാവില്ല. ഏകദേശം വിരിഞ്ഞിട്ടൊരു 2-3 ആഴ്ച കഴിയുമ്പോഴാണ് ഇതിന് നല്ലൊരു ഫ്രാഗ്രൻസ് വരിക. അതുപോലെ ഇതിൻ്റെ എല്ലാ പ്ലാന്റ്സിലും 3-4-5 സ്പൈക്കുള്ള പ്ലാന്റുകൾ സെയിലുണ്ട്. വാട്സപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഇതൊരു ഓസ്ട്രേലിയൻ വെറൈറ്റി ഡെൻഡ്രോബിയം കിഞ്ചിയാനം വെർ ആൽബ ഹൈബ്രിഡാണ്. ഒരു മിനിയേച്ചർ പ്ലാന്റാണ്. നല്ല ബുഷിയായിട്ട് വളരും.
അതുപോലെ തന്നെ ഒന്നിച്ച് ഒരുപാട് ഫ്ലവേഴ്സ് വരും. ഇതിൻ്റെ ഫസ്റ്റ് ഫ്ലവറിംഗ് ആണ്. ഇതിൻ്റെ ഫ്ലവറോട് കൂടിയുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ബുഷി പ്ലാന്റ്സുകൾ അവൈലബിൾ ആണ്. ഇത് ഓസ്ട്രേലിയൻ വെറൈറ്റി ഡെൻഡ്രോബിയം സ്പീഷിയോസം വെരിഗേറ്റഡ് ആണ്. ഒരു വെരിഗേറ്റഡ് ലീവ്സ് ആയിട്ട് വരുന്ന ഓസ്ട്രേലിയൻ ഡെൻഡ്രോബിയാണ്. ഓൾറെഡി ഫ്ലവർ ചെയ്ത പ്ലാന്റ് ആണ്. നമ്മളെ നോർമൽ ഡെൻഡ്രോബിയത്തിൻ്റെ കെയറിങ് തന്നെ അത് വളരെ ഈസിയാണ്. നമുക്ക് മഴയും വെയിലൊക്കെ കൊള്ളുന്ന സ്ഥലത്തിന് വെക്കാൻ പറ്റും. എക്സോട്ടിക് ഫലനോപ്സിസിലെ സ്പോട്ട് കീൻ സ്പ്ലാഷ് ആണ്. ഒരു സ്പ്ലാഷ് വെറൈറ്റി ഫ്ലവറാണ്. പ്ലാന്റ് മിനിയേച്ചറാണ്. അതുപോലെ തന്നെ ഒരേ ടൈമിൽ തന്നെ ഒന്നിൽ കൂടുതൽ സ്പൈക്ക് വരും. സോഗോ വിവിയൻ ബ്ലൂ ആണ്. ഇതൊരു മിനിയേച്ചർ ഫലനോപ്സിസ് ആണ്. ഒരേ ടൈപ്പിൽ തന്നെ 3-4 സ്പൈക്ക് വന്ന് ഫ്ലവേഴ്സ് കിട്ടും. എക്സ്ട്രാ തൈകൾ വരും. നമുക്ക് വളരെ ഈസി ആയിട്ട് വളർത്താവുന്ന പ്ലാന്റാണ്. ഇത് ഓസ്ട്രേലിയൻ വെറൈറ്റി ഡെൻഡ്രോബിയം സ്പീഷിയോസം ബ്ലാക്ക് ആണ്. നല്ല ബുഷി ആയിട്ടുള്ള ഒരു തവണ ഫ്ലവർ ചെയ്ത പ്ലാന്റ്സുകൾ അവൈലബിൾ ആണ്. ഇതും തന്നെ നമുക്ക് നോർമൽ ഡെൻഡ്രോബിയത്തിൻ്റെ കെയറിങ് തന്നെയാണ്. അത്യാവശ്യം വെയിലും മഴയൊക്കെ കൊണ്ട് വളർത്താവുന്നതാണ്. അതുപോലെ ഇത് ഫ്ലവർ വിരിയുമ്പോൾ ഒരു പർപ്പിൾ കളറും പിന്നെ വിരിഞ്ഞ് ഏകദേശം ഒരു 2-3 ആഴ്ച ആകുമ്പോൾ ഒന്നും കൂടി ഡാർക്ക് കളറാവും. ഇതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സുകൾ അവൈലബിൾ ആണ്. താല്പര്യമുള്ളവർ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി. അതുപോലെ നോവൽറ്റി ഫലനോപ്സിസ് സ്പീഷീസുകളിൽ ഏകദേശം ഒരു 7 കളേഴ്സ് അവൈലബിൾ ആണ്. നല്ല ഫ്രാഗ്രൻ്റ് ആയിട്ടുള്ള ഫ്ലവേഴ്സ് ആയിരിക്കും. എക്സ്ട്രാ തൈകൾ വരും. അതുപോലെ മഴയും ചെറിയ വെയിലൊക്കെ കൊണ്ട് തന്നെ നമുക്ക് വളർത്താവുന്നതാണ്. വെള്ളം കൂടിയെന്ന് വെച്ച് ഈ പ്ലാന്റ്സുകൾക്ക് ഒരു കംപ്ലയിൻസും വരില്ല. നമുക്ക് ലൈവ് ട്രീയിൽ മൗണ്ട് ചെയ്ത് വളർത്താം, വുഡ് പീസിൽ വളർത്താം, ചട്ടിയിൽ വളർത്താം. അതുപോലെ സാധാരണ എല്ലാ ഓർക്കിഡുകൾക്ക് കൊടുക്കുന്ന വളങ്ങളും ഇതിന് കൊടുക്കാം. 19-19 മിറാക്കിളോ DAPയോ ഒക്കെ നമുക്ക് ഈ ഓർക്കിഡുകൾക്ക് കൊടുക്കാവുന്നതാണ്. അതുപോലെ കൂടുതൽ ഇൻഫെക്ഷൻസ് വരാൻ ചാൻസ് കുറവുള്ള പ്ലാന്റുകളാണ് ഈ നോവൽറ്റി സ്പീഷീസുകൾ. താല്പര്യമുള്ളവർ അറിയിച്ചാൽ മതി, വാട്സപ്പിൽ അറിയിച്ചാൽ മതി. അതുപോലെ വുഡിൽ മൗണ്ട് ചെയ്ത് ബൾബോഫിലം റോസി ഫലനോപ്സിസ്, അതേപോലെ വുഡിൽ മൗണ്ട് ചെയ്ത് നെറ്റ് പ്ലേറ്റുകളിലൊക്കെ മൗണ്ട് ചെയ്ത് ഡെൻഡ്രോബിയം സെക്കൻഡം, പോളിയാന്തം, ബുളേനിയാനം, ചാന്താബൂൺ സൺറൈസ്, യുണിക്കം, ഇങ്ങനെയുള്ള ഒരുപാട് സ്പീഷീസുകൾ അവൈലബിൾ ആണ്. എല്ലാം നല്ല നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ്. നെസ്റ്റർ ഉണ്ട്, നെസ്റ്റർ ഹൈബ്രിഡ് ഉണ്ട്, നെസ്റ്റർ പ്ലെയിൻ പീക്ക് ഉണ്ട്, അതുപോലെ സൽക്കാട്ട് ഉണ്ട്. ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. അതുപോലെ നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ വേനൽക്കാലത്ത് നമുക്ക് എങ്ങനെയാണ് ഓർക്കിഡുകൾ നല്ല ഹെൽത്തി ആയിട്ട് വളർത്താൻ പറ്റും. പലർക്കും വെള്ളത്തിൻ്റെ ക്ഷാമം ഉണ്ടാവും. അതുപോലെ തന്നെ ചൂട് കൂടിയ സമയങ്ങളിലൊക്കെ എങ്ങനെ ഓർക്കിഡ് വളർത്തുക എന്നുള്ള വീഡിയോ ആണ് നെക്സ്റ്റ് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരാണെങ്കിൽ ഡാഡീസ് ഗാർഡൻ എന്ന എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഡാഡീസ് ഓർക്കിഡ് എന്ന FB പേജ് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പുതിയ വീഡിയോ വീണ്ടും കാണാം. ഓക്കെ, ബൈ ബൈ.